നമസ്കാരം. വിഴിഞ്ഞം പോർട്ടിലേക്ക് MSC എന്ന ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി നിക്ഷേപിച്ചു എന്ന വാർത്ത മിനിഞ്ഞാന്നാണ് ഉയർന്നു വരുന്നത്. ഇതേക്കുറിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ് എല്ലായിടത്തും, പ്രത്യേകിച്ച് CPM-നെ. ചെയ്യുന്നതെല്ലാം അബദ്ധമായി മാറുന്ന CPM ഈ വിഷയത്തിലും അബദ്ധം തുടരുകയാണ്. മദ്യനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയിലെ അദാനി പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ CPM-ൻ്റെ സർക്കാർ തുടർന്നിരുന്ന നയത്തിൻ്റെ ആവർത്തനമാകുമ്പോൾ വിമർശിക്കുന്നതിൽ പോലും കഴമ്പില്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ പിണറായിയും CPM നേതാക്കളും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ഇടപെടലുകളിലും വലിയ തോതിൽ വിമർശനമുണ്ടാകുന്നു. പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക്, പ്രസ്താവനകൾക്കടിയിൽ എത്തുന്ന 90% കമൻറ്റുകളും പിണറായിയെയും CPM-നെയും ചീത്ത വിളിക്കുന്നതാണ്. ഈ ദുരിതകാലം എന്ന് അവസാനിക്കുമെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യമെടുക്കുക. 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞം പദ്ധതിക്ക് എത്തുന്നു. കേരളത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. ഇത് തീർച്ചയായും കേരളത്തിന് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കും. ഇത് മനസ്സിലാക്കിയാണ് ദേശാഭിമാനി ഇന്നലെ വലിയ പ്രാധാന്യത്തോടെ ഈ സുവർണാവസരം ഒരുക്കിക്കൊടുത്തത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടമായി വ്യാഖ്യാനിച്ചത്. ഇന്നലത്തെ ദേശാഭിമാനി ഇതാണ്. വിഴിഞ്ഞത്ത് 13,000 കോടി നിക്ഷേപം എന്ന വളരെ ലളിതമായ ഒരു തലക്കെട്ടോടുകൂടി ഇങ്ങനെ പറഞ്ഞു: രാജ്യത്ത് തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്നത്. അദാനി വിഴിഞ്ഞം 49% ഓഹരികൾ ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വാങ്ങുന്നതോടെയാണിത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ മുൻ LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയം കൂടിയാണ് വിദേശ നിക്ഷേപം. സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ ഈ പദ്ധതി വലിയ നേട്ടമാണ്. ഈ നേട്ടം ഉണ്ടാക്കിയത് UDF അല്ല, LDF ആണ്. അതിപ്പോൾ എത്തി എന്ന് മാത്രമാണ് ദേശാഭിമാനി ഇന്നലെ എഴുതിയത്. എന്നാൽ ഇന്നലെ പിണറായി വിജയൻ ഇതേക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ല. വലിയ അബദ്ധമായി തീരും. കുത്തകകൾ കൈവശപ്പെടുത്തിയാൽ ഇവിടുത്തെ നിക്ഷേപ സാധ്യത ഇല്ലാതാകും എന്നാണ് പിണറായിയുടെ വിമർശനം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പത്രവാർത്ത ഉയർത്തുന്ന ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗം രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം കണ്ടപ്പോഴുണ്ടായിരുന്ന സംശയം, സംസ്ഥാന ഗവൺമെൻറ് കൂടി അറിഞ്ഞോ, സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം കൊടുത്തോ, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാമെന്ന് പറഞ്ഞോ എന്നൊക്കെയുള്ളൊരു ശങ്കയുണ്ടായിരുന്നു. അതിൽ രാവിലെ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. സർ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ടത് കൺസെഷണൽ അഗ്രിമെൻ്റ് ക്ലോസ് 5(3) പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലെ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ കഴിയുകയുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ന് വാർത്ത കണ്ടാൽ ഏകദേശം നടപ്പായി എന്നുള്ള മട്ടിലാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. സർ, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ദേശീയ സുരക്ഷയുടെ താല്പര്യാർത്ഥവും നാടിൻ്റെ ജനങ്ങളുടെ പൊതു താല്പര്യാർത്ഥവും പരിശോധിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് ക്ലോസ് നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായവും ആരായാവുന്നതാണ്. സർ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പഹൽഗാം അറ്റാക്ക്, ഓപ്പറേഷൻ സിന്ദൂർ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഹൈലി ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നത്. കേരളത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിക്കുമ്പോൾ ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. നിലവിൽ വിഴിഞ്ഞം പോർട്ട് ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമാണ് നടത്തുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസത്തോടുകൂടി റോഡ് മാർഗേന ചരക്ക് നീക്കം ആരംഭിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ എക്സിം കാർഗോ, ഗേറ്റ് വേ കാർഗോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു എക്സ്പോർട്ടറിന് ഒരു നിശ്ചിത കമ്പനിയുടെ കണ്ടെയ്നറിലും കപ്പലിലും മാത്രമേ അവരുടെ ചരക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഇതോടെ വരാൻ പോകുന്നത്. അതിൻ്റെ പാർശ്വഫലം ആ ഒറ്റയാൻ കമ്പനി നിശ്ചയിക്കുന്ന റേറ്റിൽ
കാര്യങ്ങളൊക്കെ എല്ലാ വ്യവസായികളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നാം കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടെ ദേശാഭിമാനി ഇന്ന് നിലപാട് മാറ്റി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക. കൺസെഷൻ കരാറിന് വിരുദ്ധമായി വിഴിഞ്ഞം തുറമുഖത്തിന് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള അദാനി നടപടിയിൽ ആശങ്ക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെതിരെ നിലപാടെടുക്കേണ്ടി വരികയാണ് CPM-ന് ഇപ്പോൾ. നോക്കുക, പ്രഖ്യാപനമുണ്ടായപ്പോൾ അനുകൂലിക്കുക, പിറ്റേ ദിവസം എതിർക്കുക, അങ്ങനെ അടിമുടി ആശയക്കുഴപ്പമാണ് CPM-നും CPM നേതാക്കൾക്കും ഈ വിഷയത്തോടുള്ളത്. അദാനിയുമായുള്ള വിഴിഞ്ഞം കരാറിൽ ഉമ്മൻചാണ്ടി ഒപ്പുവയ്ക്കുമ്പോൾ 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ് ദേശാഭിമാനി 1-ാം പേജിൽ വാർത്ത എഴുതിയത് നമ്മൾ മറക്കരുത്. പിന്നീടാണ് വിഴിഞ്ഞത്തിൻ്റെ അപ്പനാവാൻ പിണറായി വിജയനും CPM-ഉം മത്സരിച്ചത്. പണ്ഡിതൻ എന്ന് സ്വയം നടിക്കുന്ന ഡോക്ടർ TM തോമസ് ഐസക്ക് ഇതിനെ അടിമുടി അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സമുദ്ര മിഷൻ സംബന്ധിച്ച പുതിയ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആശങ്കകളെ ശരിവയ്ക്കുന്നതാണ് അദാനിയുടെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉടമസ്ഥനായ കേരള സർക്കാരിനോട് ചർച്ച ചെയ്യാതെ ഇത്തരമൊരു നടപടിക്ക് അദാനി കമ്പനി തയ്യാറായതിൻ്റെ പശ്ചാത്തലം പുതിയ ബജറ്റ് നിർദ്ദേശമാണ്. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തോട് വ്യക്തമാക്കേണ്ടുന്ന ഒരു കാര്യം, അദാനി കമ്പനി അധികൃതരുമായി അനൗപചാരികമായി ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നതാണ്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഇതെല്ലാം അടിച്ചു മാറ്റി അങ്ങ് കൊണ്ടുപോയി അദാനി വിറ്റു, അവിടെ നടത്തി എന്നൊക്കെ പറഞ്ഞെങ്കിൽ നുണപ്രചരണമാണ്. വാസ്തവത്തിൽ എന്താണ് വിഷയമെന്ന് പോലും CPM നേതാക്കൾക്ക് പിടികിട്ടിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിയിൽ 49% സർക്കാരിനോട് പോലും ആലോചിക്കാതെ അദാനി MSC കമ്പനിക്ക് കൈമാറി എന്ന തരത്തിലാണ് പ്രചരണം നടത്തുന്നത്. അതുതന്നെ എന്തൊരു വിഡ്ഢിത്തമാണ്. ആകപ്പാടെ വിഴിഞ്ഞം പദ്ധതിക്ക് 13,000 കോടി രൂപ മാത്രമാണോ വാല്യൂ ഉള്ളത്? സംസ്ഥാന സർക്കാർ മുടക്കേണ്ട തുക തന്നെ 6000 കോടിയാണ്. ഏതാണ്ട് 1000 കോടിക്കടുത്ത് കേന്ദ്ര സർക്കാർ കൊടുക്കണം. ഏതാണ്ട് 3000 കോടി അദാനി മുടക്കി കഴിഞ്ഞു. ഇനിയും 16,000 കോടി കൂടി മുടക്കണം. അപ്പം അങ്ങനെ 10-20,000 കോടി ഇതിനോടകം മുടക്കിയ ഒരു പ്രോജക്റ്റിൻ്റെ 49%, ഏതാണ്ട് പകുതിയോളം, വെറും 13,000 കോടിക്ക് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമാണ്. വാസ്തവത്തിൽ വെടക്കാക്കി തനിക്കാക്കിയാണ് CPM നേതാക്കൾ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇവരുടെ വീഴ്ചകൾ അവർ മറച്ചുവെക്കുന്നു. 2015 ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം കരാറിൽ ഒപ്പിടുമ്പോൾ 2055 വരെ, അതായത് 40 വർഷമായിരുന്നു അദാനിക്ക് അവകാശം കൊടുത്തത്. എന്നാൽ ഒരു ക്ലോസ് അതിലുണ്ടായിരുന്നു. ഈ 2055 ഇതിൻ്റെ പൂർണ്ണ കപ്പാസിറ്റി കൈവരിച്ചാൽ 20 വർഷം കൂടി കൈവശാവകാശം നൽകാം. അതിന് പുതിയ കരാറും മറ്റും വേണം. അങ്ങനെ 2075 വരെ അവകാശം കൊടുത്തിരുന്നു. എന്നാൽ അദാനി വാക്കുപാലിച്ചില്ല. പല കാരണങ്ങൾ പറഞ്ഞ് സമയത്ത് ഈ പ്രവർത്തനം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്തില്ല. ഇതേ തുടർന്ന് അദാനിയിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയുമായിട്ടും പിണറായി സർക്കാർ അനങ്ങിയില്ല. എന്ന് മാത്രമല്ല, സർക്കാരിനെതിരെ അദാനി ആർബിട്രേറ്ററെ സമീപിച്ചു. വാസ്തവത്തിൽ ഇത് അദാനിയും പിണറായിയും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. അതിനൊടുവിൽ ഒത്തുതീർപ്പെന്ന നിലയിൽ അദാനിക്ക് 5 വർഷം ഇളവ് അനുവദിച്ചുകൊണ്ട് 2024 പുതിയ സപ്ലിമെൻ്ററി കരാറുണ്ടാക്കി സഹായിച്ചവരാണ് പിണറായി. എന്ന് വെച്ചാൽ അദാനി അതിനു മുമ്പ് അതിന് പൂർണ്ണ കപ്പാസിറ്റി കൈവരിച്ചാൽ അദാനിക്ക് 20 വർഷം കൂടി കൊടുക്കാനുള്ള ക്ലെയിമും ഇട്ടുകൊടുത്തു. ഇപ്പോഴിത് അദാനി വിദേശ നിക്ഷേപം കൊണ്ടുവന്ന് 2-ാം ഘട്ടം അതിവേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. 16,000 കോടിയാണ് 2-ാം ഘട്ടത്തിന് മുടക്കുള്ളത്. അതിൽ 13,000 കോടിയും MSC കൊടുക്കുമ്പോൾ അദാനിക്ക് ഞൊടിയിടയിൽ ഇത് പൂർത്തിയാക്കാം. ഇതോടുകൂടി 2080 വരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കൈവശാവകാശം അദാനിക്ക് ലഭിക്കുകയാണ്. അദാനി ഇതുവരെ മുടക്കിയത് ഏതാണ്ട് 2,450 കോടി രൂപ മാത്രമാണ്. സംസ്ഥാന സർക്കാർ ആവട്ടെ 3,085 കോടി രൂപ മുടക്കി കഴിഞ്ഞു. 2-ാം ഘട്ടത്തിൽ അദാനി മുടക്കേണ്ട 16,000 കോടിയിൽ 13,000 കോടിയാണ് അദാനി കൊണ്ടുവന്നിരിക്കുന്നത്. 1-ാം തരം കച്ചവടക്കാരനാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ CPM-നാണ്. ഇത് മനസ്സിലാവാതാണ് ഇവർ ആശയക്കുഴപ്പം തുടർന്ന് ഇരുട്ടിൽ തപ്പുന്നത്. ഈ ആശയക്കുഴപ്പം പ്രേക്ഷകർക്ക് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% അല്ല കൊടുത്തിരിക്കുന്നത്. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമായി അദാനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പല കമ്പനികളിൽ വിഴിഞ്ഞം പോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ഓഹരിയുടെ 49%. ആകപ്പാടെ അദാനിക്ക് 30%-ൽ താഴെയേ ഓഹരി ഉള്ളൂ എന്ന് ഓർക്കണം. അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ 50%-വും MSC കമ്പനിക്ക് കിട്ടിയിട്ടില്ല. അദാനിയുടെ കൈവശമുള്ള 30% ഓഹരിയുടെ 49%-മാണ് കിട്ടിയിരിക്കുന്നത്. തോമസ് ഐസക്കിനെ പോലുള്ളവരുടെ ആശയക്കുഴപ്പം ഇല്ലാതാക്കാൻ ബൈജു സ്വാമി രംഗത്തെത്തിയിട്ടുണ്ട്. തോമസ് ഐസക്കിൻ്റെ പോസ്റ്റിലെ ഒരു പാരഗ്രാഫ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബൈജു സ്വാമി തുടങ്ങുന്നത്. 2,497 കോടി രൂപ മുടക്കുന്ന അദാനി തൻ്റെ കമ്പനിയുടെ 49% ഓഹരി 13,000 കോടി രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആ ഡീലിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാനാകും. ഇത് കേരളത്തിൽ നടത്തുന്ന മുതൽ മുടക്കാണെന്ന് ദേശാഭിമാനി പത്രം തെറ്റിദ്ധരിച്ചുവെന്ന് തോന്നുന്നു. ഇത് അദാനിയുടെ ഓഹരിക്ക് നൽകുന്ന വിലയാണ്, എന്നാൽ പോകുന്നത് അദാനിയുടെ പോക്കറ്റിലേക്കാണ്. ഇതാണ് ഡീലിൻ്റെ വലിപ്പം. ഇങ്ങനെയാണ് തോമസ് ഐസക് എഴുതിയത്. അത് പറഞ്ഞിട്ട് ബൈജു സ്വാമി എഴുതുന്നു, ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി വിഴിഞ്ഞം പോർട്ടിൽ
മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,200 കോടി രൂപ മുടക്കുമെന്ന വാർത്തയെ എങ്ങനെയാണ് തോമസ് ഐസക് വളച്ചൊടിക്കുന്നത് എന്ന് നോക്കൂ. എൻ്റെ അറിവിൽ MSC 49% ഓഹരി സ്വന്തമാക്കാൻ ഇപ്പോഴുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 13,200 കോടി രൂപ മുതൽ മുടക്കുമെന്നാണ്. അതായത് തോമസ് ഐസക് ആരോപിക്കുന്നത് പോലെ ആ പണം ഗൗതം അദാനിയുടെ പോക്കറ്റിലേക്കല്ല പോകുന്നത്, മറിച്ച് കേരള സർക്കാരിൻ്റെ കൂടി ഓഹരിയുള്ള വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിലേക്കാണ്. കാരണം ഈ ഇക്വിറ്റി ഇൻഫ്യൂഷൻ അദാനിയുടെ പേരിലുള്ള ഓഹരി വാങ്ങാനല്ല, ഒരാളുടെ പേരിലുള്ള ഓഹരി വിൽക്കുന്നതിനെ സെക്കൻഡറി സെയിൽ എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ഈ പ്രിഫറൻഷ്യൽ ഓഫറിന് കേരള സർക്കാരിൻ്റെ പ്രതിനിധി ഉൾക്കൊള്ളുന്ന ഡയറക്ടർ ബോർഡിൻ്റെ അനുമതിയും തുടർന്ന് കേരളത്തിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, റിസർവ് ബാങ്ക് എല്ലാ അനുമതിയും ആവശ്യമാണ്. അപ്പോഴാണ് കേരളത്തിൽ ധനകാര്യമന്ത്രിയായിട്ടിരുന്ന ഒരു വ്യക്തി 13,200 കോടി രൂപ അദാനിയുടെ പോക്കറ്റിലേക്ക് പോകുന്നുവെന്ന് ആരോപിക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹത്തിന് ധനകാര്യ മേഖലയിൽ ഔപചാരികമായ അറിവുണ്ടോ എന്ന് പോലും സംശയിക്കണം. കാരണം വെറും ഒരു BCom ബിരുദ പഠനത്തിൽ 1 വർഷം പോയ ആർക്കും ഇതൊക്കെ അറിയാം. ഇനി ഐസക്കിന് ഇതൊക്കെ അറിയാമെന്നും കുത്തിത്തിരിപ്പിലൂടെ ഡീൽ കലക്കാനാണ് പ്ലാനെങ്കിൽ ഇറക്കത്തിൽ ഏലിയാമ്മ ചേർത്തി പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. ആടിനെ കറക്കാൻ വന്നവൻ ആട്ടിൻമുട്ടിനെ കറക്കരുത്. യഥാർത്ഥത്തിൽ CPM അടിമകളായ അണികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ക്യാപ്സ്യൂൾ ഒരൊറ്റ പാരഗ്രാഫിലൂടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബൈജു സ്വാമി. ഇത്തരത്തിലുള്ള വിവരദോഷികളാണ് CPM-നെ ഇപ്പോൾ നയിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായിക്കും തോമസ് ഐസക്കിനും ദേശാഭിമാനിക്കുമൊക്കെ ഈ വിഴിഞ്ഞം പ്രഖ്യാപനത്തിൽ വ്യത്യസ്തമായ ആശങ്കകളും ആശയക്കുഴപ്പവും തുടരുന്നത്.